ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇട്ടത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ എങ്ങനെ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് വണ്ണം കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കുറേ മണ്ടത്തരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ കമൻറ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഒരുമിച്ചൊരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ പോവാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ 1 വീക്ക് മുന്നേ ഞാൻ വന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ പറയാം. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് 1 വീക്ക് മുമ്പേ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വെയിറ്റ് ലോസ്, അതും 16/8 എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വെയിറ്റ് ലോസ് ആണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതുമായിട്ട് അക്സെപ്റ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. അപ്പം നമുക്ക് അതുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മടുക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഉറപ്പായിട്ടും ഡയറ്റ് മടുക്കും. കാര്യം ഇത്രയും നാൾ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വന്ന് പറയണം ഞാൻ നാളെ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എൻ്റെ ബോഡീനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടായിരിക്കും നാളെ വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ വന്നിട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 16/8 എന്നുള്ളൊരു മെത്തേഡ് ഫസ്റ്റിലെ ഫോളോ ചെയ്യാൻ പാടില്ല. ഡെയിലി നമ്മൾ എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത്, ഇപ്പം നൈറ്റ് എന്നുള്ള ഒരു 10 മണി 9 മണി 8 മണി ആ ഉള്ള രീതിയിൽ മാറ്റിയിട്ട് നമ്മൾ 6 to 7 അല്ലെങ്കിൽ 7 to 8 അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ സ്ലീപ്പ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് രാവിലെ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു 8-9 മണിക്കൊക്കെ ഫുഡ് കഴിച്ച് അങ്ങനെ പതുക്കെ അതിൻ്റെ കൂട്ടത്തിൽ പോർഷൻസ് കൺട്രോൾ ചെയ്ത് മെല്ലെ ഷുഗർ കട്ട് ചെയ്ത് നമുക്ക് ഫാറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് നമുക്ക് വേണ്ട സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഫുഡുകളെല്ലാം നമ്മൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത്, അതിൽ മെയിനായിട്ട് വരുന്നത് ഷുഗറാണ്. അതപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് പതുക്കെ കൊണ്ടുവന്ന് ആ 1 വീക്ക് ആകുമ്പോൾ 16/8 എന്ന് പറയുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലോട്ട് കയറാനുള്ളൊരു പാകത്തിൽ ബോഡീനെ കൊണ്ടുവരാം. ഇതും പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കാം. ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ പാകത്തിന് പതുക്കെ 3 ലിറ്റർ വെള്ളമൊന്നും കുടിച്ചു തുടങ്ങാത്തവർ ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം എല്ലാം കുടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമോ 3 ലിറ്റർ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു റൊട്ടീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 വീക്ക് തരുന്നത്. അപ്പോൾ എങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ദോശ, ഇഡലി ഒക്കെ രാവിലെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോർഷൻസിനെ കൺട്രോൾ ചെയ്ത് കഴിക്കണ്ട എന്നല്ല, പോർഷൻസിനെ കൺട്രോൾ ചെയ്യാം. ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഓവറായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ജങ്കൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് നമ്മുടെ കാണുന്നതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ കല്യാണം അതൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ, പോവാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനിത് 2 ദിവസം കൊണ്ട് നിർത്താൻ പോകുന്ന ഒരു സാധനമല്ല ഇത്. എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് ഇത്ര ടാർഗറ്റ് ഉണ്ട്, ആ ഒരു ടാർഗറ്റിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങൾ വരെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ എന്നുള്ള ഒരു സ്വയം ഒരു മോട്ടീവ് ആക്കി എടുക്കണം കേട്ടോ. അല്ലാതെ ഓക്കെ വെയിറ്റ് ലോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് ചിലപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു, പകുതി വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ
ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് വെയിറ്റ് ലോസ് ചെയ്യാതിരിക്കരുത്. അക്കാര്യം നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എനിക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഞാനില്ല, അല്ലെങ്കിൽ അയ്യോ വെയിറ്റ് ലോസ് തീർന്നു എന്നാൽ പിന്നെ ഞാൻ വന്നതിന് ശേഷം ബാക്കി വെയിറ്റ് ലോസ് ചെയ്യാം എന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്ത് തുടങ്ങണം. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ളൊരു ടൈം, പിന്നെ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരാഴ്ച കൊണ്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, ഇപ്പോൾ വീട്ടിൽ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ സാധനം ഇല്ല അങ്ങനെ വാങ്ങിക്കേണ്ട എന്നുള്ളൊരു വീട്ടിൽ എന്തൊക്കെ കഴിക്കാമെന്ന് സ്വന്തമായിട്ട് തന്നെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഗൂഗിളൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡയറ്റ് പ്ലാനൊക്കെ, ഡയറ്റ് മീലൊക്കെ എടുക്കുക, അല്ലെങ്കിൽ കാലറി കുറഞ്ഞ ഫുഡൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിന് മുന്നേ ലേഡീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോഡി ചെക്കപ്പ് ചെയ്യുക. PCOD, PCOS, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളതാണോ എന്നൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് തുടങ്ങുക. ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഫുഡ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളെ ബോഡിക്ക് അക്സെപ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഞാൻ പറയുന്ന അതേപടി കേട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പിന്നെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വിചാരിക്കുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ഡിന്നർ ഉണ്ട്. മൂന്നും കവർ ചെയ്തിട്ടുള്ള ഒരു ടൈം അനുസരിച്ചായിരിക്കും എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പം മാക്സിമം ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതിൻ്റെ കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ വരാം. അപ്പം അത് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് കവർ ചെയ്ത് പോവാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ലോസിന് എന്തൊക്കെ മറ്റേ ഫുഡ് നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ട് ക്രേവിങ്സ് ഒക്കെ വരുന്നെങ്കിൽ ചില ഫുഡൊക്കെ നമുക്ക് എടുക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ എന്താ പറയുക, വെയിറ്റ് ലോസിൻ്റെ ടിപ്സായിട്ടും അല്ലെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ ഫുഡ് റെസിപ്പീസായിട്ടും ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എന്നാണ് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം 18-ാം തീയതിയാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആലോചിക്കുക, ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് ആണ്, വരാൻ പോകുന്നത് ന്യൂ ഇയർ ആണ്, ഒരുപാട് ഫുഡ് കഴിക്കേണ്ട ടൈമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് വേണം ഈ വെയിറ്റ് ലോസിലോട്ട് പോകാൻ. നമുക്ക് ഓക്കെ, ക്രിസ്മസ് ആണ് വരുന്നത് എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫുഡ് നമുക്ക് എങ്ങനെ കഴിക്കാം എന്നുള്ളത് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല, ജാനുവരി തൊട്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. ആദ്യം മൈൻഡ് പ്രിപ്പയർ ആയിട്ടിരിക്കണം. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ ഇതെല്ലാം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളും അത് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കളിയാക്കലുകളും ഈ പറയുന്ന വിഷമവും ഡിപ്രഷനും എനിക്ക് കുറഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തകളിലൂടെ നമ്മൾ പിന്നും ജീവിക്കേണ്ടി വരും. അപ്പം അത് വേണമോ, അതേ വെയിറ്റ് ലോസ് നമ്മൾ ചെയ്ത് നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് അടുത്ത ക്രിസ്മസിന് ഈ പറയുന്ന പോലെ ഫുഡെല്ലാം കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ സ്വയമായിട്ട് ചിന്തിക്കുക. അമ്മമാരോട് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ബാക്കി വെക്കുന്നതും ഹസ്ബൻഡ്സ് ബാക്കി വെക്കുന്നതും എല്ലാം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമുക്കൊരു കാലറി ഉണ്ട്, ആ ഒരു കാലറിയിൽ കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഇപ്പോൾ അങ്ങനെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് കൊടുക്കുക. അതിന് ബാലൻസ് വരുന്നെങ്കിൽ മാറ്റി വെച്ചിട്ട് പിന്നെ കഴിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളത് മാറ്റണം. അല്ലാണ്ട് അവർ കഴിച്ച എല്ലാ ബാലൻസും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് പറ്റില്ല. അവർ കഴിച്ച ബാലൻസും കഴിക്കും, അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിനുള്ള ഫുഡും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് അല്ല വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമുക്ക് വെയിറ്റ് വെക്കുന്നത്. അതായിരിക്കും വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.